ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യക്ഷനായി മുൻ അധ്യക്ഷനും ബി.ജെ.പി. എംപിയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ വിശ്വസ്തൻ സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗുസ്തി താരങ്ങൾ വൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക ചൂഷണ പരാതി നൽകി പ്രതിഷേധിച്ച സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ, വിനേഷ് ഫോഗട്ട് എന്നിവരാണ് ഫെഡറേഷനിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നതിനു പിന്നാലെ പത്രസമ്മേളനം നടത്തിയത്. അതിനിടെ സാക്ഷി മാലിക് ഗുസ്തി കരിയർ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ച് കായിക ലോകത്തെ ഞെട്ടിച്ചു. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗുമായി ബന്ധമുള്ള ആരും ഫെഡറേഷനിലേക്ക് വരില്ലെന്ന കായിക മന്ത്രിയുടെ രേഖാമൂലമുള്ള ഉറപ്പ് ലംഘിക്കപ്പെട്ടെന്നാരോപിച്ചായിരുന്നു താരങ്ങൾ പ്രതിഷേധിച്ചത്. തങ്ങൾക്ക് ഒരു കാലത്തും നീതി കിട്ടില്ലെന്ന് താരങ്ങൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. പിന്നാലെയാണ് സാക്ഷി മാലിക് കരിയർ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത്. പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ മടക്കി നൽകുമെന്ന് പ്രഖ്യാപിച്ച് കൂടുതൽ താരങ്ങൾ രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് മന്ത്രാലയത്തിന്റെ നടപടി. കളിക്കാരെ ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കിയെന്നാരോപിക്കപ്പെടുന്ന മുൻ ഭാരവാഹിയുടെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോഴും ഫെഡറേഷനിലുണ്ടെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ സസ്പെൻഷൻ സംബന്ധിച്ച കുറിപ്പിൽ പറയുന്നു. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ അവഗണിച്ച് ഈ ഭാരവാഹികളുടെ നിയന്ത്രണത്തിലാണ് ഫെഡറേഷനെന്ന് സംശയിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തത് അടക്കമുള്ളവയിൽ നിലവിലുള്ള ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. ദേശീയ മത്സരങ്ങളുടെ പ്രഖ്യാപനം തിടുക്കത്തിലായെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. ജൂനിയർ മത്സരങ്ങൾ ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് പുതിയതായി ചുമതലയേറ്റ ഉടനെ തന്നെ അധ്യക്ഷൻ പ്രഖ്യാപിച്ചത് നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. മത്സരിക്കുന്ന താരങ്ങൾക്ക് ഒരുക്കങ്ങൾക്കായി 15 ദിവസം അനുവദിക്കേണ്ടതുണ്ടെന്നും എന്നാൽ അതൊന്നും പരിഗണിക്കാൻ ഭരണസമിതിക്ക് സാധിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ. ഗുസ്തി കരിയർ അവസാനിപ്പിക്കുകയാണെന്ന തീരുമാനവുമായി സാക്ഷി മാലിക്കാണ് താരങ്ങളുടെ പ്രതിഷേധത്തിൽ ആദ്യം രംഗത്തെത്തിയത്. കടുത്ത ആരോപണങ്ങളുമായി ബജ്രംഗ് പുനിയ, വിനേഷ് ഫോഗട്ട് എന്നിവരും സാക്ഷിക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ഷൂ എടുത്തുയർത്തിയാണ് സാക്ഷി ഗുസ്തി കരിയർ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത്. പിന്നീട് ഷൂ ഉപേക്ഷിച്ചാണ് വാർത്താസമ്മേളനത്തിൽ നിന്ന് മടങ്ങിയത്. ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവും കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ നേടിയ താരവുമാണ് സാക്ഷി. ബജ്രംഗ് പുനിയ തനിക്ക് കിട്ടിയ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.